മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ബളാൽ പഞ്ചായത്ത് സംഘടിപ്പിച്ച കുട്ടികളുടെ ഹരിതസഭ ശ്രദ്ധേയമായി. ബളാൽ പഞ്ചായത്തിലെ 12 സ്കൂളുകളിൽ നിന്നായി 150 കുട്ടികളാണ് ഹരിതസഭയിൽ പങ്കെടുക്കുവാൻ എത്തിയത്. പുതുതലമുറയ്ക്ക് മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുവാനും ഇക്കാര്യത്തിൽ അവരുടെ ആശയങ്ങളും കണ്ടെത്തലുകളും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഹരിതസഭ ചേർന്നത്. ഹരിതസഭ ചേരുന്നതിന്റെ ലക്ഷ്യവും പ്രവർത്തനങ്ങളും കുട്ടികൾ തന്നെ വിശദീകരിക്കുകയും തുടർന്ന് വിവിധ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഹരിതസഭയിൽ ലഭിച്ച പുതിയ നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും ചർച്ച ചെയ്തു. വെള്ളരിക്കുണ്ട് ദർശന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രസിഡന്റ് രാജു കട്ടക്കയം ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിദ്യാലയങ്ങളും നേരിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ അധികൃതർ സന്ദർശിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ പഠിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഞാൻ സൂചിപ്പിക്കാം. കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി റിവിഷൻ ചെയ്യുമ്പോൾ ആവശ്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ആ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. പിന്നെ എന്നോട് ഇവിടെ കുട്ടികൾ ചോദിച്ച ആളുകളുടെ ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കാര്യമാണ് ചോദിച്ചത്. നമ്മുടെ പഞ്ചായത്തിൽ ഒരു വേസ്റ്റ് ബിന്ന് അജൈവ മാലിന്യങ്ങൾ ഇടുവാൻ വേണ്ടി അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് വരുന്നവരും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കാര്യം ഗ്രാമപഞ്ചായത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി തന്നെ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്ന ആളുകളോട് മാലിന്യങ്ങൾ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കും എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. വൈസ് പ്രസിഡന്റ് എം രാധാമണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷോബി ജോസഫ്, സി രേഖ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ അലക്സ് നെടിയകാലയിൽ, ടി അബ്ദുൽ ഖാദർ, പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ശിവൻ, എം അജിത, PEC സെക്രട്ടറി PM ശ്രീധരൻ, ET സുജി, ഹരിത കേരളം പ്രതിനിധി P കുഞ്ഞികൃഷ്ണൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രജീഷ് കാരായി എന്നിവർ പ്രസംഗിച്ചു.